വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഫീർ ഇക്ബാൽ. എല്ലാ കൂട്ടുകാർക്കും അക്കൗണ്ടിംഗ് പഠന ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ എന്നോട് ചോദിക്കുകയുണ്ടായി, പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അക്കൗണ്ടിംഗ് വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് മനസ്സിലാക്കേണ്ടത്, പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഈ ചാനലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ പാഠത്തിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, അത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന്, പക്ഷെ പല കൂട്ടുകാർക്കും അറിയില്ല അത് എന്താണെന്നും എങ്ങനെ എഴുതണമെന്നും. അപ്പോൾ നമ്മൾ ബുക്കിൽ പഠിച്ചത് പറയുകയാണെങ്കിൽ, it is prepared to find out the result of buying and selling of goods or services, the gross profit or gross loss of a business, which is the difference between sales and cost of goods sold എന്നാണ്. ഇനിയും മനസ്സിലാകാത്ത കൂട്ടുകാർക്ക് വേണ്ടി കുറച്ചുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വാങ്ങുക, എന്താണ് ഈ വിൽക്കുക എന്ന് ചോദിച്ചാൽ, നമ്മളൊരു സ്ഥാപനത്തിൽ കുറച്ച് സാധനങ്ങൾ സെയിൽസ് ചെയ്യുന്നതിന് വേണ്ടി വാങ്ങിച്ചു. അതിന് നമുക്കുണ്ടായ എമൗണ്ട് എന്ന് പറയാൻ 5000 രൂപയാണ്. അപ്പോൾ പർച്ചേസ് നമുക്ക് 5000 രൂപ എന്ന് പറയാം. പിന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു 2000 രൂപ ചിലവായി. ആ സാധനം വാങ്ങിയതും അതിനുവേണ്ടി ചിലവായതും 7000 രൂപയാണ്. നമ്മൾ എന്താണ് സെയിൽ നടത്തിയത് 10000 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്കറിയാം ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഓവറോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം 3000 രൂപ നമുക്ക് അതിനകത്ത് ലാഭമാണെന്ന് പറയാം, പ്രോഫിറ്റ് എന്ന് പറയാം. ഇതിന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വഴിയെ പഠിക്കും എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അവിടെ എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ, 5000 രൂപയ്ക്ക് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് 2000 രൂപ ചിലവുമായി 7000 രൂപ നമ്മളെ കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മളത് സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് 10000 രൂപ കിട്ടിയെങ്കിൽ അവിടെ നമുക്ക് എന്താണ് 10000 മൈനസ് 7000, നമുക്കറിയാം 3000 രൂപയാണ് ലാഭം എന്നുള്ളത്. ഈ 3000 രൂപയാണ് നമ്മൾ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ ഗ്രോസ് ലോസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ 5000 രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, 2000 രൂപ നമുക്ക് ചിലവായി, പക്ഷെ നമ്മൾ സെയിൽ നടത്തിയത് 6000 രൂപയ്ക്ക് മാത്രമാണ്. അപ്പം നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്ത ഇനത്തിൽ 5000വും നമുക്ക് എക്സ്പെൻസിന്റെ ഇനത്തിൽ 2000വും ചിലവായി. അങ്ങനെ 7000 രൂപ ചിലവായ സ്ഥാനത്ത് നമ്മൾ ആകെ സെയിൽസ് നടത്തിയത് 6000 രൂപയ്ക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് 1000 രൂപ ലോസ്. ഇതിനെയാണ് നമ്മൾ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. നമുക്ക് വഴിയെ എന്താണ് മനസ്സിലാക്കാം എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ എല്ലാ അക്കൗണ്ടുകളെയും പോലെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് ഡെബിറ്റും റൈറ്റ് സൈഡ് ക്രെഡിറ്റും ആകുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്താണ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന കോളവും, ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്നുള്ള കോളവും കാണാം. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 3 പഠിച്ചതുപോലെ എല്ലാ അക്കൗണ്ടുകളുടെയും ഡെബിറ്റ് സൈഡിൽ നമ്മൾ 2 എന്നും ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബൈ എന്നുമാണ് കാണിക്കേണ്ടത്. ഇനി ഇവിടെ ആദ്യത്തെ ഐറ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. അത് കഴിഞ്ഞ് പർച്ചേസ്, അത് കഴിഞ്ഞ് എന്താണ് പർച്ചേസ് റിട്ടേൺ, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. ഇവിടെ നോക്കേണ്ടത് ഫ്രൈറ്റ് കാരേജ് ഇൻവേഴ്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, വേജസ്, ഗ്യാസ്, വാട്ടർ ആൻഡ് ഫ്യൂവൽ, ഫാക്ടറി എക്സ്പെൻസസ്, റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കോമൺ ആയിട്ട് വരുന്ന ഐറ്റംസ്. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ബൈ സെയിൽസ് നിങ്ങൾ കാണാം. ജേണൽ എൻട്രി എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. അവിടെ നിങ്ങൾക്ക് സെയിൽസ് റിട്ടേണും കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചാപ്റ്റർ 3 നമ്മൾ ഇതൊക്കെ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. ഒരു അക്കൗണ്ടിനെ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഏത് സൈഡിലാണോ കൂടുതലുള്ള എമൗണ്ട് ആ എമൗണ്ട് നമ്മൾ 2 സൈഡിലും എഴുതിയതിനു ശേഷം നമ്മൾ കുറവുള്ള സൈഡിൽ ആ എമൗണ്ട് ബാലൻസ് ചെയ്യാൻ ഇനി എത്ര എമൗണ്ട് ആണ് വേണ്ടത് എന്ന് നമ്മൾ എഴുതണം.
ഇതിന് നമ്മൾ ലെഡ്ജറിൽ പഠിച്ചത് ബാലൻസ് ക്യാരി ഡൗൺ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അതിന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്നുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി വിശദമായി നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ ഡെബിറ്റ് സൈഡിൽ നമുക്കറിയാം 2 ഐറ്റംസ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ബൈ എന്നുള്ള ഐറ്റംസും കാണിച്ചിട്ടുണ്ട്. ഇനി ജേണൽ എൻട്രീസ് എഴുതി പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ നമുക്ക് ഓരോന്നും പറയുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഫ്ലൈറ്റ് ക്യാരേജ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഫാക്ടറി എക്സ്പെൻസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നും ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നും നമുക്ക് ജേണൽ എൻട്രീസ് എഴുതാൻ സാധിക്കും. അപ്പോൾ ജേണൽ എൻട്രീസ് എഴുതി പഠിക്കണമെങ്കിൽ അത്തരത്തിലാണ് നമ്മൾ ജേണൽ എൻട്രീസ് എഴുതി തയ്യാറാക്കേണ്ടത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എപ്പോൾ തയ്യാറാക്കിയാലും അതിലെ ആദ്യത്തെ ഐറ്റം ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് എടുക്കുന്നത്. 31 ഡിസംബർ 2020 നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് 2021 നിങ്ങളുടെ ബിസിനസ്സിൽ അത് ഓപ്പണിംഗ് ആണ്. ആ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിനെ നമുക്ക് 3ആയി തരംതിരിക്കാം. മാനുഫാക്ചറിങ് കമ്പനികളെ സംബന്ധിച്ച് റോ മെറ്റീരിയൽ എന്നും സെമി ഫിനിഷ്ഡ് ഗുഡ്സും. 31 ഡിസംബർ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി വരുന്നതേ ഉണ്ടാവുള്ളൂ. പകുതി വഴിയിലായിരിക്കും ആ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് റോ മെറ്റീരിയൽ എന്നും പറയാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നും പറയാം, ഫിനിഷ്ഡ് ഗുഡ്സ് എന്നും പറയാം. അപ്പോൾ 3 ഐറ്റംസ് മാനുഫാക്ചറിങ് കമ്പനിയിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് പരിഗണിക്കാം. ട്രേഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് ട്രേഡിംഗ് കമ്പനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ സാധനങ്ങൾ വാങ്ങി ലാഭത്തിന് വിൽക്കുന്ന ബിസിനസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് തന്നെയായിരിക്കും. അപ്പോൾ 31 ഡിസംബറിൽ അവരെ കയ്യിലുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ഇത് അടുത്ത വർഷം അവർ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഐറ്റം നമ്മൾ പതിവായി കാണിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ പർച്ചേസ് ആണ്. പർച്ചേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 2 ടൈപ്പ് പർച്ചേസ് ഉണ്ട്. ഒന്ന് നമ്മൾ സെയിൽസിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്ന പർച്ചേസും മറ്റേത് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടും മനസ്സിലാക്കണം. ചില കൂട്ടുകാർക്ക് സംശയം ഉണ്ടാകും, എല്ലാ പർച്ചേസും നമ്മളിവിടെ കാണിക്കുമോ? എല്ലാ പർച്ചേസും ഇവിടെ കാണിക്കില്ല. നമ്മൾ സെയിൽസിന് വേണ്ടി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന പർച്ചേസ് എമൗണ്ട് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ കാണിക്കേണ്ടത്. അല്ലാതെയുള്ള പർച്ചേസ്, ഉദാഹരണം പറയുകയാണ്, നമ്മുടെ ഓഫീസിലേക്ക് നമ്മൾ പുതിയൊരു പ്രിന്റർ വാങ്ങിക്കുകയാണ്, അപ്പോൾ അതൊരു പർച്ചേസ് ആണ്. ഈ പർച്ചേസ് നമ്മൾ ഒരിക്കലും ട്രേഡിംഗ് അക്കൗണ്ടിലെ പർച്ചേസുമായി വരില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്ന പർച്ചേസ് ആണ്. അപ്പോൾ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പർച്ചേസും ബിസിനസിന്റെ സെയിൽസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പർച്ചേസും രണ്ടും രണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പർച്ചേസുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ സെയിൽസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പർച്ചേസിൽ ചിലപ്പോൾ നമ്മൾ സാധനങ്ങൾ തിരിച്ചു കൊടുക്കാറുണ്ട്. ഇതിനെ നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്നാണ് പറയുന്നത്. ഈ പർച്ചേസ് റിട്ടേൺ നമ്മൾ പർച്ചേസ് എമൗണ്ടിൽ നിന്നും കുറച്ചിട്ട് അതിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ് എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. അപ്പോൾ അവിടെ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മൾ അത് പർച്ചേസ് എന്ന് എഴുതി ഇന്നർ കോളത്തിൽ തന്നെ റിട്ടേൺ കാണിച്ച് ആ എമൗണ്ട് കുറച്ചിട്ട് ആക്ച്വൽ എമൗണ്ട് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. ഇനി നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ചിലവുകളെല്ലാം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, രണ്ടും നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഈ ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ ഫ്ലൈറ്റ് ക്യാരേജ് എന്ന് പറയും. ഫ്ലൈറ്റ് ക്യാരേജ് എന്ന് വെച്ചാൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നമ്മൾ സ്റ്റോറിലേക്ക് കൊണ്ടുവരുന്ന വണ്ടി വാടക, അതിനാണ് ഫ്ലൈറ്റ് ക്യാരേജ് എന്ന് പറയുന്നത്. അത് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിൽ നിന്നും പുറത്തു പോകുന്നതാണ്. സ്റ്റോറിൽ നിന്നും പുറത്തു പോകുന്നത് നമ്മൾ സെയിൽസുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അത് നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് അത് വരുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ അത് ക്യാരേജ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ക്യാരേജ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഫ്രൈറ്റ് ക്യാരേജ് ഇൻവേർഡ്സ് എന്നുള്ളതാണ്.
അകത്തോട്ട് വരുന്നതാണ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഐറ്റം കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. ഇമ്പോർട്ട് പർച്ചേസിനൊക്കെ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമ്മൾ അതിനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി വേജസ്, നമ്മൾ ഈ സാധനം സ്റ്റോറിൽ അല്ലെങ്കിൽ ഫാക്ടറിയിൽ കൊണ്ടുവന്നാൽ അവിടെയുള്ള തൊഴിലാളികൾക്ക് നമ്മൾ എന്താണ് ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എന്താണ് റീപാക്ക് ചെയ്യാനും അതിനെന്താണ് ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവിടെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലിക്കാണ് നമ്മൾ വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ വേജസ് എപ്പോഴും ഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരുന്നത്. സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ്. അത് വേറൊരു സെൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് സെയിൽസിന് മുമ്പ് കൊടുക്കുന്ന വേതനം, അതിനെ നമ്മൾ വേജസ് എന്നും സെയിൽസിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ സാലറി എന്നുമാണ് പറയുന്നത്. അപ്പോൾ വേജസ് എന്താണെന്ന് നന്നായി മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിൽ വരുന്ന എക്സ്പെൻസ് ആണ് വേജസ്. ഇനി നമ്മൾ നോക്കുന്നത് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് ഫ്യൂവൽ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചാപ്റ്റർ 1 പറഞ്ഞതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അപ്പോൾ സെയിൽസിന് മുമ്പുള്ള ഒരുവിധമുള്ള എല്ലാ എക്സ്പെൻസുകളും നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സെയിൽസിന് ശേഷമുള്ള എല്ലാ എക്സ്പെൻസുകളെയും നമുക്ക് എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി, ഫ്യൂവൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ മിഷനറിക്ക് ആവശ്യമായിട്ടുള്ള, പ്രൊഡക്ഷൻ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ഗ്യാസ് ആയാലും ഫ്യൂവൽ ആയാലും ഇലക്ട്രിസിറ്റി ആയാലും ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നമ്മൾക്ക് പ്രൊഡക്ഷന് വേണ്ടിയുള്ള മെഷീനറീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ഫ്യൂവൽ ചിലപ്പോൾ ഡീസൽ എഞ്ചിനൊക്കെ ആയിരിക്കും അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡീസൽ ആവശ്യമാണ്. മെഷീനറീസും മറ്റ് എക്യുപ്മെന്റ്സ് ഒക്കെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അതുകൂടാതെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഗ്യാസും അതൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഫാക്ടറി എക്സ്പെൻസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി റെന്റ്, ഫാക്ടറി ഇൻഷുറൻസ് എന്നിവയാണ്. ഇവിടെ ഫാക്ടറി റെന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സ്വന്തമായി സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളൊരു ഫാക്ടറി റെന്റിന് എടുത്തു, അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മാസം നമ്മൾ റെന്റ് കൊടുക്കണം. ഇതാണ് ഫാക്ടറി റെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ ഒരുപാട് ഗുഡ്സോ അവിടെ കീപ്പ് ചെയ്യാണ് സെയിൽസിന്റെ പർപ്പസിന് വേണ്ടി. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫയർ ഉണ്ടായി, തീപിടുത്തം ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണം നടന്നാൽ, അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കാം. അതുകൊണ്ടാണ് എല്ലാ കമ്പനികളും ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടറി ഇൻഷുറൻസ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഫാക്ടറി എക്സ്പെൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലുമാണ് വരുന്നത്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് റോയൽറ്റി എന്ന് ചോദിച്ചാൽ, യൂസിങ് ദ റൈറ്റ് ഓഫ് അതേഴ്സ് എന്നുള്ളതാണ് നമ്മൾ റോയൽറ്റിക്ക് പറയേണ്ടത്. മറ്റുള്ളവരുടെ ഉടമസ്ഥാവകാശം നമ്മളുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ റോയൽറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓയിൽ കമ്പനീസ് ഗവൺമെന്റിന് റോയൽറ്റി കൊടുക്കുന്നുണ്ട്. പബ്ലിഷിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർ എഴുതിയ ആൾക്കാർക്കാണ്, പുസ്തകം എഴുതിയ ആൾക്കാർക്ക് റോയൽറ്റി കൊടുക്കണം. ഇപ്പൊ MD വാസുദേവൻ നായർക്ക് പുള്ളി എഴുതിയ നോവലിന് പുള്ളിക്ക് റോയൽറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ പബ്ലിഷിംഗ് കമ്പനി അവരുടെ ടേംസ് അനുസരിച്ചിട്ട് റോയൽറ്റി കൊടുക്കും. ചിലപ്പോൾ ഒരു ബുക്കിന്റെ മുകളിൽ 5 രൂപയോ 10 രൂപയോ അതെന്താണെന്നുള്ള ടേംസ് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് റോയൽറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ റോയൽറ്റി ഓൺ പ്രൊഡക്ഷന് മുകളിലുള്ള റോയൽറ്റിയെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അത് സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള റോയൽറ്റി ആണെങ്കിൽ നമ്മൾ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാം. ഇനി അടുത്ത എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഒരു കമ്പനിയിൽ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അത് ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് പാക്കിംഗ് മെറ്റീരിയൽസ് മേടിക്കാറുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് പാക്കിംഗ് മെറ്റീരിയൽ. അപ്പോൾ അത് വാങ്ങിക്കുന്നതിനുള്ള ചിലവുകൾ നമ്മൾ മാനുഫാക്ചറിങ് എക്സ്പെൻസിന്റെ അണ്ടറിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച് മാനുഫാക്ചറിങ് എക്സ്പെൻസ് മാറിക്കൊണ്ടിരിക്കും. ഒരു സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ എക്സ്പെൻസ് ആയിരിക്കില്ല
ഒരു മാട്രസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ. അപ്പോൾ ഇത് നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച് എന്താണ്, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ എക്സ്പെൻസുകളും, മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്താണ്, മാനുഫാക്ചറിങ് എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം സെയിൽസ്. അപ്പോൾ സെയിൽസ് അവിടെ എന്താണ്, എമൗണ്ട് കോളത്തിൽ എഴുതിയിട്ടില്ല, ഇന്നർ കോളത്തിലാണ് എഴുതിയിട്ടുള്ളത്. കാരണം അവിടെ സെയിൽസ് റിട്ടേൺ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ്, സാധനങ്ങൾ വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന സാധനത്തിൽ കുറച്ച് നമുക്ക് തിരിച്ചു വരാറുണ്ട്. ഒന്നുകിൽ അതെന്താണ്, ക്വാളിറ്റി ശരിയായിട്ടുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ എമൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാം. അക്കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു റീസണിൽ സാധനം തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ അതിനെ സെയിൽസ് റിട്ടേൺ എന്നാണ് പറയുന്നത്. അക്കൗണ്ടിംഗ് ടൈമിൽ നമുക്ക് പറയാം റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയാം. അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് പർച്ചേസ് റിട്ടേൺ ആണ്. റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത ഒരു സാധനം തിരിച്ചു വരികയാണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ സെയിൽസിൽ നിന്നും കുറച്ചെങ്കിൽ മാത്രമേ ആക്ച്വൽ സെയിൽസ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എപ്പോൾ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കിയാലും നമ്മൾ എല്ലാത്തിൻ്റെയും ആക്ച്വൽ ഫിഗർ വെച്ചിട്ടാണ് തയ്യാറാക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. സെയിൽസിന്റെ എമൗണ്ടിൽ നമ്മൾ സെയിൽസ് റിട്ടേൺ കുറച്ചിട്ട് നമ്മൾ എമൗണ്ട് കോളത്തിലാണ് അത് കാണിച്ചത്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് സെയിൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ ചാപ്റ്റർ 1 പഠിച്ചതാണ്. ഒന്ന് ക്യാഷ് സെയിൽസും മറ്റൊന്ന് ക്രെഡിറ്റ് സെയിൽസുമാണ്. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചാപ്റ്റർ 1 കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം നമ്മുടെ കയ്യിലുണ്ടാകുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസിന് ഉപയോഗിച്ച സ്റ്റോക്ക് കഴിഞ്ഞ് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിടെ എന്താണ് റോ മെറ്റീരിയൽസ് ഉണ്ടാവാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവാം. 3 ടൈപ്പ് സ്റ്റോക്ക് അവിടെ ഉണ്ടാകാം. ഇനി ഒരു ട്രേഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം അവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ എന്താണ് സെയിൽസ് എല്ലാം നടത്തി, ഉദാഹരണം പറയാൻ ബാറ്ററി സെയിൽ എന്ന കമ്പനിയാണെങ്കിൽ ആ വർഷം സെയിൽ എല്ലാം നടത്തിയതിനു ശേഷം അവരുടെ കയ്യിൽ അവശേഷിക്കുന്ന 31 ഡിസംബറിൽ അവരുടെ കയ്യിലുള്ള ബാക്കി ബാറ്ററീസിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് കമ്പനിയിലും മാനുഫാക്ചറിംഗ് കമ്പനിയിലും തമ്മിലുള്ള ചെറിയ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. മാനുഫാക്ചറിംഗ് കമ്പനിയിൽ നമുക്ക് എന്താണ് റോ മെറ്റീരിയലും സെമി ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ട്രേഡിംഗ് കമ്പനിയിൽ നമ്മൾ എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നതെന്നും ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്താണെന്നുമാണ്. അത് ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി നോക്കാം. ഇവിടെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 14,000 രൂപ, പർച്ചേസസ് എന്ന് പറഞ്ഞാൽ 36,000, സെയിൽസ് എന്ന് പറഞ്ഞാൽ 92,000, സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 2,000, പർച്ചേസസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 3,000, വേജസ് എന്ന് പറഞ്ഞാൽ 4,000, ക്യാരേജ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 2,500, പവർ ആൻഡ് ഫ്യൂൽ എന്ന് പറഞ്ഞാൽ 1,400, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 1,600, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 15,000. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ പർച്ചേസ് റിട്ടേൺ ഉണ്ടോ സെയിൽസ് റിട്ടേൺ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും ഉണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് എമൗണ്ടും സെയിൽസ് എമൗണ്ടും ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അത് കുറച്ചിട്ട് വേണം എന്താണ് എമൗണ്ട് കോളത്തിൽ അതിൻ്റെ രണ്ടിൻ്റെയും എമൗണ്ട് കാണിക്കുവാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 14,000. ഈ എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെയാണ് എഴുതുന്നത്? നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അത് ആദ്യത്തെ ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ എഴുതുന്നു ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, എമൗണ്ട് എന്ന് പറഞ്ഞാൽ 14,000 രൂപ. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പരിശോധിക്കാം. പർച്ചേസസ് ₹36,000. അപ്പോൾ പർച്ചേസ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 36,000 രൂപയ്ക്കാണ്. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നേരത്തെ ഒരു പർച്ചേസ് റിട്ടേൺ ഉള്ളത് കൊണ്ട് എമൗണ്ട് നമ്മൾ എവിടെയാണ് ഇന്നർ കോളത്തിലാണ് കാണിക്കേണ്ടത്. ഇനി ആ പർച്ചേസ് റിട്ടേൺ എമൗണ്ട് നമ്മൾ കുറച്ചിട്ട് വേണം ആക്ച്വൽ പർച്ചേസ് എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കാൻ. ഇനി നമുക്ക് അടുത്ത ഐറ്റം പരിശോധിക്കാം. സെയിൽസ് ₹92,000, സെയിൽസ് റിട്ടേൺ ₹2,000. ഈ രണ്ട് എൻട്രീസും കൂടെ നമുക്ക് ഒരുമിച്ച് ട്രേഡിംഗ് അക്കൗണ്ടിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി പറയുകയാണെങ്കിൽ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ഉള്ളത് കൊണ്ട് നമ്മൾ ഇന്നർ കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. അതിനുശേഷം റിട്ടേൺ എമൗണ്ട് ആയ 2000 രൂപ കുറച്ച് നമ്മൾ ആക്ച്വൽ എമൗണ്ട് 90000 രൂപ എന്താണ് എമൗണ്ട് കോളത്തിൽ എഴുതി. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വർഷം നമുക്ക് 92000 രൂപയുടെ സെയിൽസ് ഉണ്ടായിരുന്നു. അതിൽ 2000 രൂപയുടെ സാധനം തിരിച്ചു നമുക്ക് വന്നു. അപ്പോൾ ആക്ച്വൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 90000 രൂപയാണ് ഉള്ളത്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് ₹3000. നമുക്കറിയാം പർച്ചേസ് ആൾറെഡി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ റിട്ടേൺ ആണ് നമ്മൾ ഇനി കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ 36,000 ആണ്. ആ 36,000-ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ എമൗണ്ട് ആയ 3000 രൂപ കുറച്ച് ആക്ച്വൽ എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. ഇവിടെ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ 33,000 ആണ്. ഇതിനർത്ഥം നമ്മൾ ഈ വർഷം 36,000 രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു സെയിൽസിന്റെ ആവശ്യത്തിന് വേണ്ടി. അതിനുശേഷം നമ്മൾ എന്താണ് 3000 രൂപയുടെ സാധനം തിരിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ വർഷം ആക്ച്വൽ ഉണ്ടായ പർച്ചേസ് എന്ന് പറഞ്ഞാൽ 33,000 ആണ്. അതുകൊണ്ടാണ് ആക്ച്വൽ എമൗണ്ട് ആയ 33,000 നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിച്ചത്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ വേജസ് എന്നുള്ളതാണ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4000 രൂപ. അപ്പോൾ വേജസ് നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് കാണിച്ചിട്ട് നമ്മൾ അതിന് താഴെയായി വേജസ് എന്ന് എഴുതുന്നു. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4000 രൂപയാണ്. ഇനി അടുത്ത ഐറ്റം പരിശോധിക്കുകയാണെങ്കിൽ ക്യാരേജ് ഇൻവേഴ്സ് ₹2500. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ക്യാരേജ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാധനം പ്രൊഡക്ഷന് വേണ്ടിയുള്ള, നമ്മൾ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സെയിൽസിന് വേണ്ടിയുള്ള സാധനങ്ങൾ വെയർഹൗസിലേക്കോ ഫാക്ടറിയിലേക്കോ കൊണ്ടുവരുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഈ ക്യാരേജ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ക്യാരേജ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ച് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഫ്രൈറ്റ് ക്യാരേജ് അല്ലെങ്കിൽ ക്യാരേജ് ഇൻവേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് പോകുന്നത്. എമൗണ്ട് നമ്മൾ 2500 രൂപ ഇവിടെ എമൗണ്ട് കോളത്തിൽ കാണിച്ചു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് പരിശോധിക്കാം. ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ പവർ ആൻഡ് ഫ്യൂവൽ ₹1400 എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പവർ ആൻഡ് ഫ്യൂവലും ഇലക്ട്രിസിറ്റിയും ഗ്യാസും ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരുന്നത്. നമ്മൾ ജേർണൽ എൻട്രി നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു പവർ ആൻഡ് ഫ്യൂവൽ എന്ന് പറയും. എമൗണ്ട് നമ്മൾ 1400 രൂപ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ഇനി അടുത്ത ഐറ്റം നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ₹1600. അപ്പോൾ നമുക്കറിയാം മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി പറയുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1600. ഇനി അവസാനത്തെ ഐറ്റം നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ₹15,000. നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ് അതിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ് കാണിച്ചത്. അപ്പോൾ ഇവിടെ 10 ട്രാൻസാക്ഷൻ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്ഥാപനത്തിന് ഗ്രോസ് പ്രോഫിറ്റ് ആണോ അതോ ഗ്രോസ് ലോസ് ആണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ ബാലൻസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലുള്ള സൈഡ് ക്രെഡിറ്റ് സൈഡ് ആണ്. അപ്പോൾ ആ എമൗണ്ട് ആദ്യം കാണിക്കുകയാണ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,05,000 ആണ്. അത് മറു സൈഡിലും അതേപോലെ കാണിച്ചു. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 48,500 ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഗ്രോസ് ലോസ് എന്ന് നമ്മൾ പറഞ്ഞില്ല എന്ന് ചില കൂട്ടുകാർക്ക് സംശയമുണ്ടാകാം. ഗ്രോസ് പ്രോഫിറ്റ് അവിടെ എങ്ങനെ വന്നു എന്നുള്ളത് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഏതൊരു ട്രേഡിംഗ് അക്കൗണ്ട് എടുത്താലും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് കൊണ്ട് ഞാൻ ചെറിയ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇനത്തിൽ നമ്മുടെ കയ്യിൽ 14,000 രൂപയുടെ സാധനം ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടെ നമ്മൾ 36,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. അതിൽ 3,000 രൂപയുടെ സാധനം കംപ്ലൈന്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരികെ കൊടുത്തു.
അപ്പോൾ നമ്മൾ ആക്ച്വൽ പർച്ചേസ് എന്ന് പറയുന്നത് 33,000 അതവിടെ കാണിച്ചു. പിന്നെ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കുണ്ടായ ചിലവുകളാണ്. അത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമുക്ക് വേജസ് തൊഴിലാളികൾക്ക് നമുക്ക് 4,000 രൂപ കൊടുക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി 2,500 രൂപ കൊടുത്തു. പവർ ആൻഡ് ഫ്യൂവലിന് വേണ്ടി 1,400 കൊടുത്തു. മാനുഫാക്ചറിങ് എക്സ്പെൻസിന് 1,600 രൂപ കൊടുത്തു. അങ്ങനെ ടോട്ടൽ എല്ലാം കൂടെ നമുക്ക് 56,500 രൂപ വന്നു. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വർഷം 92,000 രൂപയുടെ സെയിൽ നടത്തി. അതിൽ നമുക്ക് 2,000 രൂപയുടെ സാധനം തിരിച്ചു വന്നു. അപ്പൊ നമ്മുടെ ആക്ച്വൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 90,000 രൂപയാണ്. അത് മാത്രമല്ല ഈ വർഷം അവസാനം നമ്മൾ സെയിൽസ് നടത്തിയതിനു ശേഷം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 15,000. ഇതിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചും അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 92,000 രൂപയിൽ 2,000 രൂപ റിട്ടേൺ കുറച്ചിട്ട് 90,000 രൂപ നമുക്ക് ഈ വർഷം വരുമാനം ഉണ്ടായിരുന്നു, സെയിൽസ് ഉണ്ടായിരുന്നു. അത് കൂടാതെ 15,000 രൂപ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ക്യാഷ് ആണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്താണ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അങ്ങനെ ആക്ച്വലി 1,05,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ്പെൻസുകളെല്ലാം കൂടെ ചേർത്താൽ 56,500 രൂപയാണ്. അപ്പോൾ 1,05,000 രൂപ നമുക്ക് കിട്ടിയതിൽ നിന്നും നമ്മൾ 56,500 രൂപ കുറച്ചു കഴിഞ്ഞാൽ ബാക്കി 48,500 എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ലാഭമാണ്. ഇതിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഗ്രോസ് ലോസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വർഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എഴുതുമ്പോൾ അവിടെ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും കൂട്ടിക്കിട്ടുന്ന എമൗണ്ട് നമ്മുടെ എക്സ്പെൻസിനെ കാട്ടി എന്താണ് കുറവാണെങ്കിൽ അത് നമ്മളെ ഗ്രോസ് ലോസ് എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ട്രേഡിംഗ് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടുമ്പോൾ എമൗണ്ട് 1,05,000 ആണെന്ന് കരുതുക. സെയിൽസിന്റെ എമൗണ്ട് 56,500. സെയിൽസും ക്ലോസ് സ്റ്റോക്കും കൂടെ കൂട്ടുമ്പോൾ 56,500. നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എന്താണ് 48,500 എന്ന് പറഞ്ഞാൽ നമുക്ക് ലോസ് ആണ്. അത് നമ്മൾ ഗ്രോസ് ലോസ് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് 1,05,000 രൂപയുടെ എക്സ്പെൻസ് ഉണ്ടായ സ്ഥലത്ത് നമുക്ക് ആകെ കിട്ടിയ സെയിൽസും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വെറും 56,500 രൂപയാണ്. അതുകൊണ്ടാണ് 48,500 എന്ന് പറഞ്ഞാൽ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗ്രോസ് പ്രോഫിറ്റിന്റെ ബാലൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം കുറച്ച് ഇൻഡയറക്റ്റ് ഇൻകം എല്ലാം അതിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടുന്നത്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വിശദമായി പഠിക്കും. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേറെ ഒരു മെത്തേഡ് ഉണ്ട്. അതൊരു ഇക്വേഷന്റെ ബേസിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ ഇക്വേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുന്നു, അതിൻ്റെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കുന്നു. ഈ മൂന്നിൽ നിന്നും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ നോക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ കിട്ടുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ സെയിൽസിൽ നിന്നും കുറയ്ക്കുകയാണെങ്കിൽ നമുക്കവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ സെയിൽസ് എമൗണ്ട് നോക്കുകയാണെങ്കിൽ 80,000 രൂപയാണ് സെയിൽസ് എമൗണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ 35,000 ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 4,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 12,000 ആണ്. അപ്പം നമുക്കറിയാം ഫോർമുല പ്രകാരം ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 15,000-ന്റെ കൂടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ 35,000 നമ്മൾ കൂട്ടി ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 4,000 കൂടെ ആഡ് ചെയ്തതിനു ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് ആയ 12,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 42,000 രൂപ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നു. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാൻ നമുക്കറിയാം സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇവിടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ 80,000 ആണ്. അതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയ 42,000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 38,000 ആണ്. ഇതിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, സെയിൽസ് എന്ന് പറഞ്ഞ എമൗണ്ട് 80,000 ആണ്. അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുമെന്നാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ 15,000 ഓപ്പണിംഗ് സ്റ്റോക്കും 35,000 പർച്ചേസും
4000 ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്കുണ്ട്. ഇതിൻ്റെ നിന്ന് നമ്മൾ 12,000 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 42,000 രൂപ കിട്ടി. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക ഇക്വേഷൻ സെയിൽസിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ 80,000 ആണ് സെയിൽസ്. അതിൽ നിന്ന് നമ്മൾ 42,000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 38,000 ആണ്. ഇത്തരത്തിലാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നും അത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതുമാണ്. അപ്പോൾ തുടർന്നുള്ള അക്കൗണ്ടിംഗ് വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കണം. അത് എടുക്കുന്നതിന് വേണ്ടിയുള്ള വാട്സപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ബൈ ഫ്രം സഫീർ ഇക്ബാൽ.